രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ബി.ജെ.പി. സി.പി.ഐ.എം ഗൂഢാലോചനയെന്ന മുൻകൂർ ജാമ്യാപേക്ഷയിലെ ആരോപണം തള്ളി ബി.ജെ.പി. സി.പി.ഐ.എം നേതാക്കൾ. ബി.ജെ.പി. അനാവശ്യമായ വിഷയത്തിലേക്ക് വഴിച്ചിഴയ്ക്കുന്നുവെന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. കോൺഗ്രസിന്റെ മൂല്യത്തകർച്ചയാണ് രാഹുൽ വിഷയത്തിൽ പ്രകടമാകുന്നതെന്ന് മുതിർന്ന സി.പി.ഐ.എം നേതാവ് ഇ.പി. ജയരാജനും പ്രതികരിച്ചു. പരാതിക്കാരിയുടെ ബി.ജെ.പി. ബന്ധം ചൂണ്ടിക്കാട്ടി ബി.ജെ.പി. സി.പി.ഐ.എം ഗൂഢാലോചന എന്ന വാദമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഉന്നയിച്ചത്. എന്നാൽ ആരോപണം ശ്രദ്ധ തിരിക്കാനെന്നാണ് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. അതിജീവിതയ്ക്ക് ബി.ജെ.പി. ബന്ധമില്ലെന്ന് സി കൃഷ്ണകുമാറും പ്രതികരിച്ചു. ഇതെങ്ങനെയാണ് ബി.ജെ.പി. സി.പി.എമ്മിന്റെ ഗൂഢാലോചന? ആരെയാണ് വിഡ്ഢിയാക്കുന്നത്? ഇവര് വിചാരിക്കുന്ന എന്താണ്? ജനങ്ങളെല്ലാവരും പൊട്ടന്മാരാണെന്നോ? ഇപ്പോൾ ദുർബലമായിട്ടുള്ള ഇത്തരം വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് താൻ നിരപരാധിയാണെന്ന് തെളിയിക്കാനുള്ള ശ്രമമൊന്നും രാഹുൽ നടത്തേണ്ട. ബി.ജെ.പി. സി.പി.ഐ.എം രാഷ്ട്രീയം പറഞ്ഞ ക്രൈമിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ലെന്ന് സി.പി.എം നേതാവ് എൻ കൃഷ്ണദാസ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ശരിയായ നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് സാധിച്ചില്ലെന്ന് സി.പി.ഐ.എം നേതാവ് ഇ.പി. ജയരാജൻ വിമർശിച്ചു. രാഷ്ട്രീയം പറഞ്ഞ് ഒരു ക്രൈമിനെ മറച്ചുവെക്കാൻ ആർക്കെങ്കിലും സാധിക്കൂ? അധപ്പതിച്ച ഒരു നിലപാടാണ്. എങ്ങനെയാണ് കോൺഗ്രസ് പാർട്ടിക്ക് അതിനെ ന്യായീകരിക്കാൻ സാധിക്കുന്നത്? കോൺഗ്രസിൽ ഇത്രമാത്രം തകർന്നു കഴിഞ്ഞു എന്നുള്ളതിന്റെ തെളിവാണത്. വിവാദങ്ങൾക്കിടെ രാഹുലിന്റെ ഔദ്യോഗിക വാഹനം ഇന്ന് എം.എൽ.എ. ഓഫീസിൽ നിന്ന് മാറ്റി. രാഹുൽ മണ്ഡലത്തിൽ തിരിച്ചെത്തിയ ശേഷം മതി പ്രതിഷേധമെന്ന നിലപാടിലാണ് യുവജന സംഘടനകൾ. 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.